കഴിഞ്ഞു. അർജുനന്റെ സംശയങ്ങൾ, ആ സംശയങ്ങളുടെ മറുപടിയായിട്ട് ഔദ്യോഗികമായിട്ട് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു. ആ ഭഗവാൻ പറയുന്നതിന് മുമ്പിട്ട് അർജുനന്റെ സംശയങ്ങളെക്കുറിച്ച് സംശയൻ ധൃതരാഷ്ട്ര സെക്രട്ടറി സംശയനോട് പറയുന്നതാണ് ആദ്യത്തെ ശ്ലോകം. അപ്പം ഈ അധ്യായത്തിന്റെ പേര് ഗീതാ വിഷയ സംഗ്രഹം. ഭഗവത്ഗീതയുടെ കാതലായ ഭാഗമാണ്, സമ്മറിയാണ്. സഞ്ജയനുവാച തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. അർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ കീ ജയ്. സഞ്ജയ് ഉവാച, സംശയം പറഞ്ഞു, തഥാ മുൻ പറഞ്ഞ പ്രകാരം, കൃപയാൽ ആവിഷ്ടം ബാധിക്കപ്പെട്ടവനായി, അശ്രുപൂർണാകുലേക്ഷണം അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനായി, വിഷീദന്തം ഏറ്റവും വിഷാദത്തോടു കൂടിയിരിക്കുന്ന തം അവനോട്, അർജുനനോട്, മധുസൂദനൻ മധു എന്ന അസുരനെ കൊന്നവൻ, ഇതം വാക്യം ഈ വാക്യത്തെ ഉവാച പറഞ്ഞു. സഞ്ജയം പറഞ്ഞു, അങ്ങനെ കർണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. അപ്പൊ ഇവിടെ അർജുനന്റെ സംശയങ്ങൾ ചോദിച്ചതിന് ശേഷം വളരെ വിഷമത്തോടെ എങ്ങനെയാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന കാര്യം ധൃതരാഷ്ട്രയുടെ സെക്രട്ടറി സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതാണ് ഈ സന്ദർഭം. അപ്പം കുരുക്ഷേത്ര ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഭഗവാന്റെ തന്നെ അനുഗ്രഹത്താൽ സഞ്ജയൻ കാണുന്നുണ്ട്. നിർഭാഗ്യവശാൽ ധൃതരാഷ്ട്രർക്ക് നേരിട്ട് കാണാനുള്ള യോഗം ഉണ്ടായില്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്, ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാശ്വത ആത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന നാമം ഇവിടെ അർത്ഥവത്താണ്. പണ്ട് മധു എന്ന രാക്ഷസിനെ കൃഷ്ണ ഭഗവാൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുനന് വേണ്ടത് തന്റെ നിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കലാണ്. കരുണ എവിടെയാണ് കാണിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ്. അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ പുറംചട്ട അഥവാ ഉടുപ്പ് രക്ഷിച്ചു വന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുന്നില്ല. ഇതറിയാതെ ആ വസ്ത്രത്തിനെ കുറിച്ച് വൃഥാ വിലപിക്കുന്ന ഒരാൾ ശൂദ്രനായി മാത്രമേ കരുതാനാവൂ. അനാവശ്യമായി ദുഃഖിക്കുകയാണ് അയാൾ. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് അനുയോജ്യമല്ല ഈ സ്വഭാവം. ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അജ്ഞനായ മനുഷ്യന്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ കൃഷ്ണന് കഴിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചത്. ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നു. കർമ്മഫലേച്ഛയില്ലാതെ തന്റെ മൂലസ്വരൂപത്തിൽ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ. ഇവിടെ എങ്ങനാണ്, ആരെ എങ്ങനെ സഹായിക്കണം, രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ള ഒരു വിശദമായ ഉത്തരമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത് വിശദമായിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. അപ്പൊ ഇനിയെല്ലാം ഔദ്യോഗികമായിട്ട് എല്ലാം ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ വാക്കിനും ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠത ഞാൻ അന്തിച്ചു പോയി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നുള്ളത്. അപ്പം ഭക്തിയുടെ തലത്തിൽ വരുമ്പം ഓരോരുത്തരുടെയും ഭക്തി എങ്ങനെയാണെന്ന് നമുക്ക് അളക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കുറിച്ചിട്ടാണ്. ഒരു പാട്ട് ഞാൻ നോക്കട്ടെ, എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു പാട്ടുണ്ട്, സോന സോന നീ ഒന്നാം നമ്പർ, ഇല്ലേ? അങ്ങനെ കണ്ടൊരു പാട്ടില്ലേ? വീരാജിക്ക് ചിരിക്കുന്നു, ഇല്ലേ? മ്യൂട്ടാണ്. കേട്ടുണ്ട് പ്രഭു. അത് ഏത് സിനിമയിലാണ്? ഒരു വെസ്റ്റേൺ ടൈപ്പിലാണ് ചെയ്തത്. സോന സോന നീ ഒന്നാം നമ്പർ, എനിക്കറിയത്തില്ല പാടാൻ, അതുകൊണ്ട്. കലാഭവൻ മണി പാടിയ ഒരു പാട്ട്. ആക്ച്വലി അതിന്റെ ആദ്യത്തെ വരികൾ എന്തായിരുന്നു അറിയാമോ?
അത് ഈണം നൽകിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. കലാഭവൻ മണി വളരെ നിർബന്ധമായും പിടിച്ചു. ഈ 2 വരികൾ തന്നെ, ഇങ്ങനെ തന്നെ വരികൾ വേണം എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ വരി ശരിക്കും സീതാ സീത നീ 1-ാം നമ്പർ, പിന്നെ നിന്റെ പുറകെ വരുന്ന ഞാൻ 2-ാം നമ്പർ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആ സോനയ്ക്ക് പകരം സീത എന്നായിരുന്നു. കലാഭവൻ മണി ശാഠ്യം പിടിച്ചിരുന്നു ഇതേ വരികൾ തന്നെ യൂസ് ചെയ്യണമെന്ന്. സംഗതിയൊക്കെ വന്നു. കലാഭവൻ മണി തന്നെയാണ് പാടിയെന്ന് തോന്നുന്നു അല്ലേ? അതെ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഇതിന്റെ സംഗീതം ചെയ്യുന്നത്. അദ്ദേഹം ഈ വരികൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സീത വളരെ പവിത്രമായ ഒരു പേരാണ്. ഒരിക്കലും ഇങ്ങനെ എൻജോയ്മെന്റ് ഉള്ള ഒരു മറ്റ് അർത്ഥത്തിലുള്ള ഒരു പാട്ടിന് സീത എന്നൊരു പേര് ഒരിക്കലും യോജിക്കുന്നതല്ല, ഞാൻ സംഗീതം ചെയ്യില്ല എന്നും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വേറെ 2-3 ഓപ്ഷൻ വെച്ചു കൊടുത്തു. മുന്ന, സോന, പിന്നെ വേറെ ഏതോ പേരും കൂടെ വെച്ചു കൊടുത്തു. അവസാനം എല്ലാവരും സ്വീകാര്യമായിട്ട് സോന എന്ന വാക്ക് ചേർക്കുകയാണ് ചെയ്തത് സീതയ്ക്ക് പകരം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അപ്പൊ അത്രയൊക്കെ ശ്രേഷ്ഠമായിട്ട് അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു രോമാഞ്ചം എന്ന് പറയാം. ഒരു സംഗീത ലോകത്ത് പോലും, അതും സിനിമാ സംഗീത ലോകത്ത് പോലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം ഔദ്യോഗികമായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ പെരുമാറേണ്ടത്, ആരെയാണ് സഹായിക്കേണ്ടത്, എങ്ങനെയാണ് സഹായിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ശ്ലോകമാണ് 2nd ചാപ്റ്ററിലെ 2nd ശ്ലോകം. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യ. എന്റെ അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ശബ്ദാർത്ഥം വിവർത്തനം ശ്രീല പ്രഭുപാദകീ ജയ്. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, അല്ലയോ അർജുന, വിഷമേ ദുർഘടാവസ്ഥയിൽ, അനാര്യജുഷ്ടം ജീവിത മൂല്യം അറിയാത്തവർക്ക് ഉണ്ടാവുന്നതും, അസ്വർഗ്യം അസ്വർഗ്യമായും സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതും, അകീർത്തികരം ദുഷ്കീർത്തികരവുമായിരിക്കുന്ന ഇതം കശ്മലം ഈ മാലിന്യം ത്വാ നിന്നെ കുതഹ എവിടെ നിന്ന് സമുപസ്ഥിതം സമീപിച്ചിരിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദകീ ജയ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് അത് നയിക്കുന്നത്. അപ്പൊ അർജുനന്റെ സംശയങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ആസ്ഥാനത്തായ ഈ ഇത്തരം മാലിന്യം നിറഞ്ഞ ചിന്തകൾ എന്താണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതേ സംശയമാണ് ഞാൻ രാമായണത്തിൽ പറഞ്ഞത്. യുധിഷ്ഠിര മഹാരാജാവ് അവസാന യുദ്ധത്തിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ കണക്ക്, എത്ര കോടി ജനങ്ങൾ മരിച്ചു വീണു എന്നുള്ളത്. ഇവിടെ വ്യാസമഹർഷി അല്ലെങ്കിൽ ശ്രീ മഹാഗണപതി പ്രയോഗിച്ചൊരു വാക്കുണ്ട് ഇവിടെ ശ്ലോകത്തിന് മുമ്പായിട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീ ഭഗവാൻ ഉവാച. വേറെ ഒരിടത്തും, വേറെ ഒരു പുരാണങ്ങളിലും, വേറെ ഒരു വേദങ്ങളിലും ഈ ഒരു വാക്ക് കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല.
അപ്പം നമ്മൾ ശ്ലോകം വായിച്ചിട്ട് അതിനുശേഷം അങ്ങോട്ട് പോകാം. ഒന്നുകൂടെ. ശ്രീ ഭഗവാനുവാച. റിപ്പീറ്റ് ചെയ്യാം. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. സ്മിതമാതാജി ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. വെരി ഗുഡ്. സുമാജി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യ അകീർത്തികരമർജുന. വെരി ഗുഡ്. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. അതെ, ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ഹരേ കൃഷ്ണ. ഇതിന്റെ ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുന്നത്. ഇതിന്റെ ഭാവാർത്ഥം സ്മിതമാതാജി വായിച്ചു തുടങ്ങിക്കോളൂ. ഇത്തിരി കൂടുതൽ ഭാവാർത്ഥമുണ്ട്, പക്ഷെ വളരെ നോളജബിൾ ആണ് ഈ ഭാവാർത്ഥം ഫുള്ള്. സ്മിതമാതാജി. ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ പുരുഷനും കൃഷ്ണനും ഒന്നു തന്നെയാകയാൽ ഭഗവത്ഗീതയിലെങ്ങും അദ്ദേഹത്തെ ഭഗവാൻ എന്ന് ഘോഷിക്കുന്നുണ്ട്. പരമസത്യത്തിൽ ആത്യന്തികമായ സ്ഥാനമാണ് ഭഗവാനുള്ളത്. നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. ബ്രഹ്മം അഥവാ അവ്യക്തഗതനും സർവവ്യാപിയുമാണ് ആത്മാവ്. പരമാത്മാവ് അഥവാ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ പരമപുരുഷ ഭാവേന സ്ഥാനീയനായി കുടികൊള്ളുന്ന നിരപേക്ഷതത്വം ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ. ശ്രീമദ് ഭാഗവതം 1.2.1 പരമസത്യത്തിന്റെ ഈ തത്വം ഇപ്രകാരം വിവരിക്കുന്നു. വദന്തി തത്വവിദസ്ത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. പരമസത്യത്തെ അറിയുന്നവൻ അതിനെ സമാനമായ 3 ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത്. പരമസത്യത്തിന്റെ ആ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനായും അറിയപ്പെടുന്നു. സൂര്യപ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹം എന്നിങ്ങനെ 3 മാനങ്ങളുള്ള സൂര്യനോട് ഈ 3 ദിവ്യഭാവങ്ങളെ ഉപമിക്കാം. സൂര്യപ്രകാശത്തെ പറ്റി മാത്രം പഠിക്കുന്നവൻ പ്രാഥമിക വിദ്യാർത്ഥിയാണ്. ഉപരിതലത്തെ കുറിച്ച് അറിയുന്നവൻ
സൗര ഉപരിതലത്തെ കുറിച്ച് അറിയുന്നവൻ കൂടുതൽ പുരോഗമിച്ചവനത്രേ. സൂര്യഗ്രഹത്തിൽ കടക്കാൻ കഴിഞ്ഞയാൾ സർവോത്തമൻ. വിശ്വവ്യാപകതയും പ്രഭാപൂർണതയും അവ്യക്തഗത ഭാവവുമുള്ള സൂര്യപ്രകാശം മാത്രം മനസ്സിലാക്കുന്ന സാധാരണ വിദ്യാർത്ഥികളെ നിരപേക്ഷ തത്വത്തിന്റെ ബ്രഹ്മൻ എന്ന ഭാവം മാത്രം മനസ്സിലാക്കിയവരോട് ഉപമിക്കാം. പരമസത്യത്തിന്റെ പരമാത്മഭാവത്തെ അറിഞ്ഞ വ്യക്തിയെ സൂര്യഗോളത്തെക്കുറിച്ച് അറിഞ്ഞവനോട് താരതമ്യപ്പെടുത്താം. സൂര്യഗ്രഹത്തിന്റെ ഹൃദയാന്തർഭാഗത്ത് പ്രവേശിക്കാൻ കഴിയുന്നവർ പരമസത്യത്തിന്റെ വ്യക്തിഭാവത്തെ സാക്ഷാത്കരിച്ചവരായി ഗണിക്കപ്പെടുന്നു. പരമസത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഒരേ വിഷയത്തിൽ തന്നെയാണ് വ്യാപൃതരായിരിക്കുന്നതെങ്കിലും പരമസത്യത്തിന്റെ ഭഗവാൻ എന്ന ഭാവത്തെ സാക്ഷാത്കരിച്ച ഭക്തന്മാരാണ് ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ. പ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹത്തിന്റെ ആന്തര പ്രശ്നങ്ങൾ ഇവയെല്ലാം അഭേദ്യമായി കൂടിച്ചേർന്ന് കിടക്കുന്നു. എങ്കിലും ഈ വ്യത്യസ്ത വശങ്ങളെ പറ്റി പഠിക്കുന്നവരെ ഒരേ വകുപ്പിൽപ്പെടുത്താൻ പാടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത സിമി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വേദവ്യാസന്റെ പിതാവും പ്രാമാണികനുമായി പരാശരമുനി ഭഗവാൻ എന്ന സംസ്കൃത വാക്കിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന പരമപുരുഷൻ മഹാധനികരായും അതിശക്തരായും ഏറെ സൗന്ദര്യമുള്ളവരായും അറിവ് കൂടിയവരായും പരിപൂർണ വൈരാഗികളായും ഒട്ടേറെ ആളുകളുണ്ട്. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാമോ? ആദ്യത്തെ സെന്റൻസ് മുതൽ. വേദവ്യാസന്റെ പിതാവും പ്രാമാണികനുമായ പരാശരമുനി ഭഗവാൻ എന്ന സംസ്കൃത വാക്കിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന പരമപുരുഷൻ മഹാധനികരായും. അവിടെയാണ് ഞാൻ എനിക്ക് വീട് വിട്ടു. ഒരു പക്ഷേ അതിന്റെ പുതിയ ഭഗവത്ഗീതയിൽ പ്രിന്റ് അങ്ങനെ ആയിരിക്കാം. അവിടെ ഫുള്ള് പറയുന്നത് വേദവ്യാസന്റെ പിതാവും പ്രാമാണികനുമായ പരാശരമുനി ഭഗവാൻ എന്ന സംസ്കൃത വാക്കിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന പരമപുരുഷനെ ഭഗവാൻ എന്ന് പറയാം. പിന്നീടാണ് മഹാധനികരായും അതിശക്തരായും ഏറെ സൗന്ദര്യമുള്ളവരായും അറിവ് കൂടിയവരായും പരിപൂർണ വൈരാഗ്യങ്ങളായും ഒട്ടേറെ ആളുകളുണ്ട്. എങ്കിലും ഈ ഗുണങ്ങളെല്ലാം പൂർണ്ണമായി തങ്ങളിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരായിട്ടാരുമില്ല. പരമദിവ്യത്വ പുരുഷനായതുകൊണ്ട് കൃഷ്ണനെ അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. പരമശിവനും നാരായണനും ബ്രഹ്മാവിനും ഉൾപ്പെടെ ഒരു ജീവാത്മാവിനും കൃഷ്ണന്റേതുപോലെ സർവൈശ്വര്യ സമ്പന്നതയില്ല. അതുകൊണ്ടാണ് ബ്രഹ്മസമേതയിൽ ബ്രഹ്മാവ് തന്നെ കൃഷ്ണനാണ് പരമോത്തമ ദിവ്യ പുരുഷൻ എന്ന് ഊന്നി പറയുന്നത്. കൃഷ്ണനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല, അദ്ദേഹത്തിന് തുല്യനായി മാറ്റാരുമില്ല. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന ആദി ഭഗവാനാണ് കൃഷ്ണൻ, സർവകാരണങ്ങൾക്കും കാരണം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഭഗവാന്റെ ഗുണങ്ങളുള്ള വ്യക്തികൾ നിരവധിയുണ്ട്, പക്ഷേ കൃഷ്ണൻ അതിശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ആർക്കും സാധിക്കുകയില്ല. അദ്ദേഹം സച്ചിദാനന്ദ സ്വരൂപനും സർവകാരണങ്ങൾക്കും കാരണഭൂതനുമായ ആദി പുരുഷനായ ഗോവിന്ദനാണ്. ബ്രഹ്മസംഹിത 5:1. ഹരേ കൃഷ്ണ. സുമാജി കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഭാഗവതത്തിലും പരമപുരുഷന്റെ വിവിധ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവിധ അവതാരങ്ങളും പുരുഷാവിർഭാവങ്ങളും സ്വീകരിച്ച കൃഷ്ണനെ ആദി പുരുഷനായ ഭഗവാനായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതേച്ഛാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷന്റെ പൂർണ്ണാവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം. കൃഷ്ണനാകട്ടെ സർവോത്കൃഷ്ടനായ ഭഗവാൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം. ഹരേ കൃഷ്ണ. നീരാജി കണ്ടിന്യൂ ചെയ്യാം.
എൻ്റെ ഇംഗ്ലീഷ് ഉള്ളൂ കേട്ടോ പ്രഭു. ഓക്കെ, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ മാത്രം ഒന്ന് വായിക്കാം, പിന്നെ വായിക്കാം. ഓക്കെ, നിഷാജിയുടെ കയ്യിലില്ലേ? മലയാളം വായിക്കാൻ പറ്റില്ലേ? ഓക്കെ, വായിച്ചു. പരമാത്മാവിന്റെയും അവ്യക്തിഗത ബ്രഹ്മത്തിന്റെയും മൂലകാരണവും നിരപേക്ഷിത തത്വവുമായ ആദിപുരുഷനായ ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ. പരമദിവ്യോത്തമ പുരുഷന്റെ സന്നിധിയിൽ വെച്ച് തന്റെ ബന്ധുക്കളെ ചൊല്ലി അർജുനൻ വിലപിച്ചത് തീരെ അനുചിതമായി പോയി. അതുകൊണ്ട് ഭഗവാൻ അത്ഭുതത്തോടെ കുതഹ, എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നു. ആര്യന്മാർ എന്നറിയപ്പെടുന്ന സംസ്കാര സമ്പന്നരായ വ്യക്തികളിൽ നിന്നും ഇത്തരം അപാകതകൾ പ്രതീക്ഷിക്കാവുന്നതല്ല. ജീവിതത്തിന്റെ വിലയെന്തെന്നറിയുന്നവരും ആധ്യാത്മിക സാക്ഷാത്കാരത്തിനാസ്പദമായ സംസ്കാരമുള്ളവരുമായ വ്യക്തികൾക്ക് ആര്യൻ എന്ന പേര് യോജിച്ചതാകുന്നു. ഭൗതികമായ ജീവിത വീക്ഷണത്തിനതീതരായി കഴിയുന്നവർക്ക് പരമസത്യമായ വിഷ്ണുവിനെ അഥവാ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം എന്നറിഞ്ഞുകൂടാ. ഭൗതിക ലോകത്തിന്റെ ബാഹ്യ സ്വഭാവങ്ങളാൽ ആകർഷിക്കപ്പെട്ട അവർക്ക് മുക്തി എന്നത് എന്താണെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചിതരാകുവാൻ അറിയാത്തവനെ അനാര്യൻ എന്നു വിളിക്കുന്നു. ക്ഷത്രിയനായിട്ട് കൂടി അർജുനൻ യുദ്ധം ചെയ്യാതെ തന്റെ നീതകർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയായിരുന്നു. ഈ ഭീരുത്വം അനാര്യന്മാർക്കു യോജിക്കും. കർത്തവ്യ നിർവഹണത്തിൽ നിന്നുള്ള ഇത്തരം പിന്മാറ്റം ആത്മീയ വികസനത്തിന് സഹായകമല്ല. ഭൗതിക ലോകത്തിൽ പ്രശസ്തി നേടാനുള്ള അവസരം പോലും അത് നൽകുന്നില്ല. സ്വജനങ്ങളോടുള്ള സഹതാപം എന്ന് പറയപ്പെടുന്ന ഈ ദൗർബല്യം കൃഷ്ണൻ അംഗീകരിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ഇതിന്റെ ട്രാൻസ്ലേഷൻ നീരാജി ഇംഗ്ലീഷിൽ വായിച്ചോളൂ. Krishna and the Supreme Personality of Godhead are identical. Therefore, Lord Krishna is referred to as Bhagavan throughout the Gita. Bhagavad Gita is the ultimate in the absolute truth. ഹരേ കൃഷ്ണ. അതല്ലേ വായിക്കണ്ടേ പ്രഭു? ഏതാ വായിച്ചത്? പർപ്പറ്റാ വായിച്ചല്ലേ? പർപ്പറ്റല്ലേ വായിക്കണ്ടേ? ഞാൻ ട്രാൻസ്ലേഷൻ എന്നാ പറഞ്ഞു. കുഴപ്പമില്ല, പാരഗ്രാഫ് വായിച്ചല്ലോ, കുഴപ്പമില്ല. ആദ്യത്തത് the Supreme Personality of Godhead said, My dear Arjuna, how have these impurities come upon you? Correct. They are not at all befitting a man who knows the value of life. Correct. They lead not to higher planets but to infamy. ഹരേ കൃഷ്ണ. ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഒന്ന്, ഭഗവാൻ എന്തുകൊണ്ടാണ് കൃഷ്ണനെ ഭഗവാൻ എന്ന് വിളിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പം വെളിപ്പെട്ട ശാസ്ത്രങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുന്നിലിരിക്കുന്ന 3 ശാസ്ത്രങ്ങൾ, ഒന്ന് രാമായണം, ഒന്ന് ഭഗവത്ഗീത, ഒന്ന് ഭാഗവതം. ഇതാണ് നമ്മൾ 3 വെളിപ്പെട്ട ശാസ്ത്രങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഈ 3 ശാസ്ത്രങ്ങളാണ് ആദ്യം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് മറ്റു വേദങ്ങൾ. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മളിപ്പോൾ ഓഡിറ്റ് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണത്തിനെ പിടിച്ച് നമ്മൾ വാര ഇങ്ങനെ മറ്റു പല കാര്യങ്ങളും ചോദിക്കും, ഇല്ലേ? ഒരു തുമ്പിനെ പിടിച്ചുകൊണ്ട് പിന്നെ ഒരു ഓഡിറ്റർക്ക് അറിയാം എന്താണ് പോകുന്നതെന്നുള്ളത്. ഇപ്പം സ്മിതവാചക അക്കൗണ്ട്സ് ഫീൽഡിലാണ്, അറിയാമല്ലോ ഓഡിറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ എല്ലാ വെളിപ്പെട്ട ശാസ്ത്രങ്ങളും കാണിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഫുള്ള് കാണിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയും. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് വേദങ്ങള്, പുരാണങ്ങള് ഒക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പം നെക്ടർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവത്ഗീതയാണ്. അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റ്സ്, പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് പ്രൊസീജിയേഴ്സ് ഇതാണ്. പിന്നാണ് നമ്മൾ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ DP 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അതിനകത്ത് DP 1.1 ക്ലാസ് തിരിക്കും, ഇല്ലേ? ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ 3 ഗ്രന്ഥങ്ങളാണ് നമ്മൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഇത് പഠിക്കാതെ ആര് വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും വേദങ്ങളിലെ കാര്യങ്ങൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞാലും പൂർണ്ണമല്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും ബ്രഹ്മജ്ഞാനം എന്ന് മാത്രമേ പറയത്തുള്ളൂ. അതിനെ വിശദീകരിച്ച് ഇവിടെ പറയുന്നു, സൂര്യപ്രകാശത്തെ മാത്രം പഠിക്കുന്നവൻ പ്രാഥമിക വിദ്യാർത്ഥിയാണ്. അപ്പം
അതുകൊണ്ടാണ് അവിടെ ബ്രഹ്മജ്യോതി വരെ അവരുടെ അറിവുകൾ എത്തത്തുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഒരു പ്രകാശം ഉണ്ടെങ്കിൽ ആ പ്രകാശത്തിനൊരു മാറ്റം ഉണ്ടാവണം, ഇല്ലേ? ശരിയല്ലേ? ഇതൊരു ലോജിക്കാണ്. അപ്പൊ ആ മാറ്ററിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് യഥാർത്ഥ ഗുരുവിൽ നിന്ന് ഈ ശാസ്ത്രം പഠിക്കണം. ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കണം. അപ്പം ഭഗവത്ഗീതയും ഭാഗവതവും പഠിച്ചിട്ട് നമ്മൾ രാമായണം വായിക്കുന്നതിന്റെ സുഖം നമുക്ക് മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാനും എടുക്കാനും അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഭഗവത്ഗീതയിലും ഭാഗവത്തിലും ശരിയായ രീതിയിൽ വിവരമില്ലാത്ത ഒരാൾക്ക് മറ്റ് പുരാണങ്ങളെ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചു തരാൻ അറിയത്തില്ല. അവര് നമ്മളെ ഇങ്ങനെ വട്ടം കറക്കി ഓരോ കാര്യങ്ങൾ, കുനിഷ്ഠമായ വലിയ ദീർഘമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നെടുവീർപ്പിടും. ഇതൊക്കെ ആരറിയും, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഈശ്വരോ രക്ഷിതു, നമ്മൾ ഭഗവാനെ വിളിക്കുന്നുണ്ട്, വടക്ക് കൊളുത്തുന്നുണ്ട്, ഞാനും ഭഗവാൻ ഇത്രയും മതി, ഇല്ലേ? ശരിയല്ലേ? സാധാരണ മനുഷ്യൻ, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ചെയ്യുന്ന ഇതാണ് ഇതുവരെ പറ്റിയത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സ്വല്പം അല്പസ്യ ധർമ്മസ്യ വരുന്നുണ്ട്, ആ ശ്ലോകം വരുന്നുണ്ട് ഈ അധ്യായത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഭഗവാനെ പറ്റി അറിയാൻ സാധിച്ചു. ഇവിടെ വീണ്ടും പറയുന്നു. ഇപ്പൊ വേദവ്യാസൻ നേരത്തെ പറഞ്ഞു, വേദവ്യാസ മഹർഷി ഭഗവാന്റെ ആ നിർവചനം, ആരെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്, പരാശരമുനി, വേദവ്യാസ മഹർഷിയുടെ അച്ഛൻ പരാശരമുനി അതിന്റെ നിർവചനവും കൊടുത്തു. ഏറ്റവും വലിയ മഹാദേവ ഭക്തനാണ്. അപ്പൊ 6 ഐശ്വര്യങ്ങളുള്ളത്. അപ്പൊ 6 ഐശ്വര്യങ്ങളാണ് സമ്പത്ത് ഉണ്ടായിരിക്കണം, ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായിരുന്നു ഭഗവാൻ, ഇല്ലേ? സംശയമുണ്ടോ? ഓരോ കാര്യങ്ങള്, ആ കുവലയാപീഠം വന്ന ആനയൊക്കെ വെറും ഒരു വിരൽ കൊണ്ട് പിടിച്ച് കറക്കിയും കളഞ്ഞു, നിസ്സാരമായിട്ട്. രസമാണ്. അതുപോലെ തന്നെ സമ്പത്ത്, ശക്തി, യശസ്, എല്ലായിടും ലോകം മുഴുവൻ കൃഷ്ണനെ പറ്റി അറിയാം. യശസ്, സൗന്ദര്യം, ഇത്രയും സൗന്ദര്യമുള്ള വ്യക്തി വേറെ ലോകത്ത് വേറെ എങ്ങുമില്ല. ജ്ഞാനം, അറിവ്, പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒന്നും എന്റേതല്ല എന്നുള്ള ഒരു ഭാവം, അതാണ് ത്യാഗം, ഒരു സാക്രിഫൈസ്. ആ ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഗുണങ്ങള് പരിപൂർണമാവുകയുള്ളൂ. അപ്പം നമുക്കൊരു 10 കോടി രൂപ കിട്ടി. ആ 10 കോടി രൂപ സമയത്ത് ഒരു 10,000 രൂപ ഒരാൾ വന്ന് കടം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പൂർണ്ണമായി അറിവുള്ളവരാണെങ്കിൽ നമ്മൾ കൊടുക്കുമോ കൊടുക്കത്തില്ലേ? കൊടുക്കുമോ കൊടുക്കത്തില്ലേ? ഇത്തിരി പ്രയാസമാണ് കാര്യം. 10,000 എന്തായാലും തിരിച്ചു തരാൻ പ്രയാസമാണ്. അപ്പം 10 കോടി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനൊരു 10,000 രൂപ ഒരാൾ വന്ന് ചോദിച്ചു, എനിക്കൊരു 10,000 രൂപ തരണം. തിരിച്ചു തരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ, തരാൻ കാണത്തില്ല. അവിടെ അനലൈസ് ചെയ്യും. ഇപ്പം എന്നോട് എൻ്റെ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, ഒരിക്കലും പൈസ ഇല്ലെന്ന് പറയരുതെന്ന്. ഇല്ലെങ്കിലും ഉണ്ടെന്നേ പറയാം. കാര്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ, പൈസ ഉണ്ട്, പൈസക്കാരനാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ 10 രൂപ കടം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ തിരിച്ചു തരാൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെ പൈസ തരും? അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ്. അവിടെ ആ ത്യാഗം, ഭഗവാൻ ഇത്രയും ത്യാഗം, ഏറ്റവും കൂടുതൽ ത്യാഗം ഈ ലോകത്ത് കാണിച്ചിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ. ഒന്നിലും അദ്ദേഹം വ്യക്തിപരമായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല. എല്ലാവരും എൻജോയ് ചെയ്യുന്നത് ഭഗവാൻ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. വിട്ടുകൊടുത്തു, നിങ്ങൾ ആസ്വദിക്കുക, പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, എന്നെ സമർപ്പിച്ചിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ബ്രഹ്മാവും പറഞ്ഞത്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇതിനകത്ത് ഒരു ഭാഗവത്തിലെ 2 ശ്ലോകം ഭാഗവത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും പ്രഥമ സ്കന്ധത്തിലെയാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ശ്ലോകം കോട്ട് ചെയ്തിരിക്കുന്നത് ഭാഗവത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞിരിക്കുന്നത്. വദന്തി തത്വവിദസ്തത്വയം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. പരമസത്യത്തെ അറിയുന്നവൻ അതിനെ സമാനമായ 3 ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത്. പരമസത്യത്തിന്റെ ആ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനുമായും അറിയപ്പെടുന്നു. ഇത് വളരെ ഈസിയാണ്. സൂര്യപ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹം,
നമ്മൾ സൂര്യപ്രകാശം മാത്രമേ കാണുന്നുള്ളൂ. ഈ സൂര്യപ്രകാശം കണ്ടിട്ട് ഇതാണ് സൂര്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇത് അറിവില്ല. പക്ഷെ ഇതാണ് ബ്രഹ്മവാദികളുടെ സ്റ്റാറ്റസ്. ബ്രഹ്മജ്ഞാനികളുടെ സ്റ്റാറ്റസ് കോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: സൂര്യപ്രകാശത്തെ സൂര്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് സൂര്യപ്രകാശത്തെ പറ്റി വളരെ വലിയ ആചാരമാവും, വളരെ വലിയ കാര്യങ്ങൾ സംസാരിക്കും. ഈ ഒരു ജ്ഞാനം അപൂർണമാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിച്ച ശ്രേഷ്ഠമായ വ്യക്തികളാണ് എനിക്ക് എപ്പോഴും എടുത്തു പറയുന്ന, ഞാൻ എപ്പോഴും രാധാനാഥ് സ്വാമി മഹാരാജ്. ഗോവിന്ദൊക്കെ ഓട്ടോബയോഗ്രഫി പോയി നോക്കി. ഈ സൂര്യപ്രകാശം എവിടുന്നാണ് വരുന്നത്? അതായത് അദ്ദേഹം ഈ ജീവജാലങ്ങളുടെ ഉൽപ്പത്തി എങ്ങനെയാണ്, ഈ ജീവജാലങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ ശരിയായ ഇതംപ്രഥമമായ കർത്തവ്യം എന്താണ് എന്നുള്ളത് രാധാസ്വാമി മഹാരാജ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സ്റ്റീഫൻ സാൽവൺ സംതിങ് ആണ്. എന്താണ് ഞാൻ എവിടെയോ കുറിച്ചുണ്ടായിരുന്നു. ഓക്കെ, റിച്ചാർഡ് സാൽവിൻ സംതിങ് ആയിരുന്നു. റിച്ചാർഡ് സ്ലാവിൻ ഒരു ജൂതനായിരുന്നു. റിച്ചാർഡ് സ്ലാവിൻ. അതുപോലെ പിന്നെ ഉള്ളതാണ് സ്റ്റീഫൻ നാപ്പ്. സ്റ്റീഫൻ STAPHENKNAPP സ്റ്റീഫൻ നാപ്പ്. സ്റ്റീഫൻ നാപ്പ് അദ്ദേഹം ഫുള്ള് വേദങ്ങൾ മൊത്തം പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. സ്റ്റീഫൻ നാപ്പ്. ഭാരതത്തിൽ ജനിച്ച ഒരാളും ഇത്ര ഡീപ്പായിട്ട് പോയിട്ടില്ലെന്നുള്ളതാണ് സത്യം. അവരെല്ലാം ബ്രഹ്മജ്ഞാനികളായിട്ട് നിന്നുകൊണ്ട് അവരുടെ അറിവിനെ അവിടെ ബ്ലോക്ക് ചെയ്തു. അവർ പിന്നെ ദ്വൈതവും അദ്വൈതവും ഒക്കെ കൊണ്ടു കടന്ന് ആൾക്കാരെ കുഴപ്പിച്ച് കൺഫ്യൂഷനാക്കി ഉള്ള പ്രാർത്ഥന കൂടി ഇല്ലാതാക്കി വിട്ടു. സത്യം പറയുകയാണ്. വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന അവസ്ഥ പോലും ഇല്ലാതാക്കിയും വിളക്ക് കൊളുത്തിയില്ലെങ്കിലും ഒന്നുമില്ല എന്നൊരവസ്ഥയിലാക്കിയിട്ട് അവനെ പൂർണ്ണമായും ആ മനസ്സിനെ ആത്മീയതയിൽ നിന്ന് പുറത്താക്കി കൊണ്ടുപോയി. അതാണ് അവർ തന്ന കോൺട്രിബ്യൂഷൻ നമുക്ക്. ശരിയോ തെറ്റോ? മീരാജി എന്തോ പറയുന്നു? അല്ല പ്രഭു, തെറ്റെന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടങ്ങളിലല്ല, ഞാൻ നാട്ടിൽ കണ്ട അവസ്ഥയാണ് പറയുന്നത്. പല വീടുകളിലും വിളക്ക് കൊളുത്തുന്നില്ല. അപ്പൊ പറയുന്നത് വലിയ തത്വമായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതും വിളക്കൊക്കെ കൊളുത്തുന്ന ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു സങ്കല്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തൊക്കെയാ പറയുന്നത്. ഇവിടെ ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ദാമോദരാരതിക്ക് ഞങ്ങൾ പ്രാവശ്യം പോകുമ്പം ഒരാളെ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ സുമാജി അടുത്ത് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആളുടെ പേര്. പിന്നീട് ആദ്യത്തെ 2 വർഷം അദ്ദേഹം വിളക്ക് കൊളുത്താൻ താല്പര്യപ്പെടത്തില്ലായിരുന്നു. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ വരത്തില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. വളരെ സന്തോഷമുണ്ട് അറിഞ്ഞതിൽ, കണ്ടതിൽ. അപ്പം ഇതാണ് വ്യത്യാസം. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ശരിയായ ജ്ഞാനത്തിലോട്ട് പോവില്ല. അപ്പം ഭാഗവത്തിന് 2ാമത്തെ വേറൊരു ശ്ലോകം കൂടെ കോട്ട് ചെയ്തു. എന്താ പറയുക? ശ്രീമദ് ഭാഗവത്തില് 1ാമത്തെ അധ്യായത്തിൽ തന്നെ, 1ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായം പറയുന്നു. 3ാമത്തെ അധ്യായത്തിൽ 28ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. അപ്പം പ്രഭുപാദരെപ്പം ഭഗവത്ഗീത വിവർത്തനം ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോട് കൂടിയേ പറയത്തുള്ളൂ. അത് തന്നെയാണ് നമ്മളും പ്രാവർത്തികമാക്കേണ്ടത്. ആത്മീയമായി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ, തത്മാശാസ്ത്രം പ്രമാണം തേ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ആ വാക്കുകൾ തെറ്റാണ്, നമ്മൾ സ്വീകരിക്കരുത്. ഇവിടെ ഭാഗവതം പറയുന്നു, പ്രഥമ സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില് 28ാമത്തെ ശ്ലോകം, ഏതേ ചാംശകല പുംസാം. എടുത്തോ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. എടുത്തോ 1.3.28 SB സ്പേസ് 1.2.28 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗൂഗിളിൽ വരും. എല്ലാം നമ്മൾ ഗൂഗിൾ ഈശ്വരനാണ്. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. കിട്ടിയോ മാതാജി? ഒന്ന് വായിച്ചോളൂ. വായിച്ചോളൂ. ശ്ലോകം വായിക്കുന്നു. അതെ. ഏതേ ചാംസകലാ പുംസഃ
कृष्णस्तु भगवान् स्वयम् इन्द्रारिव्याकुलं लोकं मृडयन्ति युगे युगे. ട്രാൻസ്ലേഷനും കൂടെ. Translation by Srila Prabhupada, Jai Srila Prabhupada. All of the above mentioned incarnations are either plenary portions or portions of the plenary portions of the Lord. But Lord Shri Krishna is the original personality of Godhead. All of them appear on planets whenever there is a disturbance created by the atheists. The Lord incarnates to protect the thesis. Hare Krishna. ഹരേ കൃഷ്ണ. മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും, അപ്പൊ അതായത് പ്രഥമ സ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് മൊത്തം പറയുന്നുണ്ട്. സൂതഗോസ്വാമി നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശൗനകാദി ഋഷികളോട് പറയുന്നതാണ്, സൂതഗോസ്വാമി പറയുന്നതാണ്. അതാണ് സന്ദർഭം. അപ്പൊ ആ സന്ദർഭത്തില് ഇപ്പം ശൗനകാദി ഋഷികൾ നാരദ മഹർഷിയൊക്കെ സന്നിഹിതരായിട്ടുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം ഭഗവാന്റെ തിരു അവതാരങ്ങളെ മൊത്തം പറയുന്നുണ്ട്. എന്നിട്ട് അവതാരങ്ങളെ കുറിച്ച് മൊത്തം പറഞ്ഞതിന് ശേഷം സൂതഗോസ്വാമി പറയുന്നതാണ്, ഏതേചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇതിന്റെ സമാനമായിട്ടുള്ള ഭഗവത്ഗീതയില് വേറൊരു ശ്ലോകമുണ്ട്. ക്ലൂ തരാം, 4-ാമത്തെ അധ്യായം, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഓർമ്മിച്ചു വെക്കുക, പറയാം. യെസ് യെസ്, പാടിക്കോളൂ, ചൊല്ലിക്കോളൂ. നമുക്കത് കേട്ടറിവുള്ളൂ. ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ ഗ്ലാനിർ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കാണും ഇവിടെയും അതാണ്. ഏതേചാംശ കലാപുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. താങ്ക് യു മാതാജി, താങ്ക് യു. ഇവിടെ മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും പൂർണ്ണ അധികാരമുള്ള പൂർണ്ണ അധികാരമുള്ള. അപ്പം ഈ അവതാരങ്ങളെ പറ്റിയൊക്കെ സൂതഗോസ്വാമി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ അവതാരങ്ങളെല്ലാം പൂർണ്ണ അധികാരമുള്ള പൂർണ്ണ അംശങ്ങളോ, അംശങ്ങൾ എന്നാണ് പറയുന്നത്, പൂർണ്ണ അംശങ്ങളോ അല്ലെങ്കിൽ പൂർണ്ണ അംശങ്ങളുടെ അംശങ്ങളോ ആണ്. ഇപ്പൊ ഭഗവാന്റെ അവതാരം 4 തരമുണ്ട്. ലീലാവതാരം, ഗുണാവതാരം, സ്മൃതിവാദം എടുത്തു വെച്ചേരെ. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് പറയാം. 4 തരത്തിലുള്ളതുണ്ട്, 4 ടൈപ്പാണ്, എല്ലാം കാറ്റഗറീസ് ആണ്. മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും പൂർണ്ണ അധികാരമുള്ള പൂർണ്ണ അംശങ്ങളോ പൂർണ്ണ അംശങ്ങളുടെ അംശങ്ങളോ ആണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാകുന്നു, ദ അബ്സല്യൂട്ട് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. നാസ്തികന്മാർ എപ്പോഴൊക്കെ പ്രശ്നമുണ്ടാക്കുന്നുവോ അപ്പോഴൊക്കെ അവർ ഭൂമിയിൽ അവതരിക്കുകയും ആസ്തികന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഭൂമിയിൽ 2 ടൈപ്പാണ്, ഒന്ന് ആസ്തികര്, ഒന്ന് നാസ്തികര്. ഇപ്പം നാസ്തികര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ. അസുരന്മാരെക്കാട്ടും കഷ്ടമാണ് നിരീശ്വരവാദികൾ. അപ്പം ആ ആസുരിക ചിന്താഗതിയുള്ളവരെ മൊത്തത്തിൽ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും ഭഗവത്ഗീതയില് ഭഗവാൻ അവിടെ അർജുനനെ ഉപദേശിക്കുമ്പം, നീ അനാര്യമായിട്ട് അസഭ്യകരമായിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ഇപ്പം 2 സംസ്കാരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ഡെവലപ്ഡ് കൾച്ചർ, 2 അൺഡെവലപ്ഡ് കൾച്ചർ. സാംസ്കാരികമായതും അസാംസ്കാരികമായതും 2 ഉള്ളു. ഒന്ന് ഈശ്വരൻ, ഒന്ന് നിരീശ്വരൻ, ഒന്ന് സത്യം, ഒന്ന് അസത്യം, ഒന്ന് പകല്, ഒന്ന് രാത്രി എന്ന് പറഞ്ഞതുപോലെ ഒന്ന് അപരിഷ്കൃത സമൂഹം, ബാർബേറിയൻസ്, ഒന്ന് ആര്യൻസ്, സാംസ്കാരികമായി ഉന്നതിയിലെത്തിയവർ. ഇവിടെയാണ്. ഇപ്പം അർജുന്റെ അടുത്ത് ഭഗവാൻ പറയുകയാണ്, അർജുന നീ ബാർബേറിയനെ പോലെ സംസാരിക്കരുത്, അനാരോഗ്യം, നീ ആര്യനാണ്, സിവിലൈസ്ഡ് പേഴ്സൺ ആണ്. ഒരു സിവിലൈസ്ഡ് പേഴ്സണിന്റെ സ്വഭാവമാണ് അവന് എപ്പോഴും ബ്രാഹ്മണിക്കൽ നേച്ചർ ഉണ്ടായിരിക്കും, ബ്രാഹ്മണിക്കൽ കൾച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ബ്രാഹ്മണിക്കൽ കൾച്ചർ ഉണ്ടാകുന്നതിന്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗ പ്രൊട്ടക്ഷൻ ആണ്. പശുവിനെ സംരക്ഷിക്കുന്നതിലൂടെയാണ്, പശുവിനെ സേവിക്കുന്നതിലൂടെയാണ് ബ്രാഹ്മണിക്കൽ കൾച്ചർ ഉടലെടുക്കുന്നത്. കാര്യം പണ്ട് കൃഷിയും കൃഷിയും ഗോസംരക്ഷണവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെ തന്നെ ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. നമ്മളെല്ലാം വന്നത്, നമ്മുടെ പൂർവികര് വെറും കൃഷിപ്പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലഘട്ടത്ത്, നമ്മുടെ പൂർവികര്. പക്ഷെ അവര് ആ പശുവിനെ വളർത്തി പശുവിൽ നിന്നുള്ള പാലും കാര്യങ്ങളും കഴിച്ച് വളർന്നു.
ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ അമ്മയുടെ പാല് കഴിഞ്ഞാല് പിന്നെ പശുവിൻ പാലാണ് കൊടുക്കുന്നത്. നെയ്യ്, വെണ്ണ, ഇതൊക്കെ ബ്രെയിൻ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ബ്രെയിൻ ഡെവലപ്മെന്റും പറ്റും. അത് മാത്രമായിരിക്കും ആ കുട്ടിനാളിലെ കുഞ്ഞുനാളിലെ ആഹാരം. അവന് നല്ല വെണ്ണ വീട്ടിൽ കടഞ്ഞെടുത്ത് കൊടുക്കും. ആ വെണ്ണ കഴിക്കുമ്പോഴത്തിന് അവന്റെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം ഡെവലപ്പ് ആവും. എല്ലാ ബലവും, അതായത് അവൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ 100 വർഷത്തെ അവന്റെ 100 വർഷത്തെ എനർജിയും ഈ കുഞ്ഞുനാളിൽ കഴിച്ച നെയ്യിൽ നിന്നും വെണ്ണയിൽ നിന്നും ഉണ്ടായതാണ്. ഒരു മരം, ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് അത് ഫലഭൂയിഷ്ടമായി വളർന്ന് കായ്ക്കാറാകുമ്പോഴത്തേന് അതിന്റെ ചുവട്ടിൽ നമ്മൾ പിന്നെ വെള്ളം കൊണ്ട് കൊടുക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. കാര്യം ആയ കാലത്ത്, കുഞ്ഞുനാളിൽ, അവന്റെ കുട്ടിക്കാലത്ത്, അവന്റെ ചെടിയായിരിക്കുമ്പോൾ ആവശ്യത്തിലധികം വെള്ളവും വളവും വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുനാളിലാണ് ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ടത്. ഏത് ആഹാരം തെരഞ്ഞെടുക്കണം. ബാർബേറിയൻ സിവിലൈസേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ അനാരോഗ്യകരമായ ആഹാരങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ അപരിഷ്കൃതമായ ആരോഗ്യം. ഇപ്പം അതിന്റെ എക്സാമ്പിൾ ആണ് മാംസം. അതായത് ഒരു ശവമാണ്. ഒരു ശവത്തിനെ എടുത്തുകെട്ട് നമ്മൾ വയറിനകത്ത് കൊണ്ടിടുമ്പോഴത്തേന് ആ വയറും ഒരു ശവപ്പറമ്പായിട്ട് മാറും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു കാലഘട്ടം വരെ നമ്മുടെ ഭവനങ്ങളിൽ ഒന്നും, നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഒരു കാലഘട്ടം വരെ ഈ ഇറച്ചി എന്നൊരു സാധനം അകത്തോട്ട് കേട്ടത്തില്ലായിരുന്നു, ഇല്ലേ? ദൂരെ വീടിന് പുറത്ത് ദൂരെ കാണും കൊണ്ടു ചെന്ന് വെക്കിട്ട് വരാൻ പറയും. ഇതാണ് പിന്നെ അത് അവസാനമായി നമ്മുടെ കക്കൂസ് വീടിനകത്തായതുപോലെ ആയിപ്പോയി. അതോടുകൂടി എല്ലാ കാര്യങ്ങളും തഥൈവയായി എന്ന് പറഞ്ഞതുപോലെ. അപ്പം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡെവലപ്ഡ് കൾച്ചർ, അൺഡെവലപ്ഡ് കൾച്ചർ, ബാർബറിയൻ സിവിലൈസേഷൻ ആൻഡ് ആര്യൻ സിവിലൈസേഷൻ. ഇപ്പം ചരിത്ര വിദ്യാർത്ഥികളാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളെ പോലുള്ളൊക്കെ ചരിത്ര വിദ്യാർത്ഥികളായിരുന്നു. കാര്യം എല്ലാം തിരിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ എടുത്ത ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. തലതിരിഞ്ഞ് വന്നവരാണ് ഞങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് വായിച്ച് മടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, എന്തൊക്കെ വായിക്കാമോ അതെല്ലാം വായിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനം ഉണ്ടോ? എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതാണ് പണ്ട് പഠിച്ചവർക്കറിയാം. അതായത് ഈ 3rd ഉം 4th എന്ന് പറഞ്ഞാൽ 1st ഉം 2nd ഉം കിട്ടാതെ സോർട്ട് ഔട്ട് ആയിട്ട് മാറി എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു വിഭാഗമാണ് ഈ 3rd ഗ്രൂപ്പും 4th ഗ്രൂപ്പും എന്ന് പറയുന്നത്. ഇന്നാണ് ഈ 4th ഗ്രൂപ്പിനൊക്കെ ഒരു വാല്യൂ വന്നത്, ഇല്ലേ? അന്ന് അങ്ങനെയല്ല. 4th നല്ല ബുദ്ധിമുട്ടല്ലേ പഠിക്കാൻ. ഞാൻ 4th എഴുതി. പക്ഷെ അന്നത്തെ കാലഘട്ടത്തില് 4th ഉം 3rd ഉം 4th ഉം ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരുന്നത്. അപ്പം 1st നെ 2nd നെ മാത്രമേ എൻകറേജ് ചെയ്തിട്ടുള്ളൂ. പഠിച്ചവർക്കെല്ലാം 1st ഉം 2nd ഉം. 3rd ഉം 4th ഉം പഠിക്കാത്തവരും അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻ കിട്ടാത്തവരും 3rd ഉം 4th ഉം. ശരിയല്ലേ? ഫോർത്തിന് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കുറച്ചും കൂടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. തേർഡ് മൊത്തത്തിൽ കളഞ്ഞ് മൊത്തം അടിവടലം പൊട്ടിക്കിടക്കുന്നവരാണ് തേർഡിലോട്ട്. തേർഡ് ഞാനൊക്കെ പ്രഭു, തേർഡിനും വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞ BEd എടുക്കാം. BEd എടുക്കണമെങ്കിൽ BA പഠിച്ചാലല്ലേ BEd എടുക്കാൻ പറ്റുള്ളൂ. അന്നൊന്നും BComന് BEd എടുക്കാൻ പറ്റില്ല. പക്ഷെ പ്രഭു പറഞ്ഞ പോലെ എല്ലാ ഹിസ്റ്ററിയും പഠിച്ചു. ഒരു ഹിസ്റ്ററിയും അറിയാത്ത നിലയല്ല ഇന്ന് മാത്രം. അതെ സത്യം. അതാണ് പറഞ്ഞു വന്നത്. ഇപ്പം ആ ചരിത്രത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അറിയാം എത്രയോ സിവിലൈസേഷൻ, ദ്രവിഡിയൻ സിവിലൈസേഷൻ, ആര്യൻ സിവിലൈസേഷൻ, ഇൻഡോ ആര്യൻ സിവിലൈസേഷൻ, അല്ലേ? പിന്നെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ ഓരോ സിവിലൈസേഷൻ. അപ്പൊ അതിനകത്തൊക്കെ ഏറ്റവും മികച്ചു നിന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ആര്യൻ സിവിലൈസേഷൻ ആയിരുന്നു. ശരിയല്ലേ? മീരാജി ഹിസ്റ്ററി ആയിരുന്നു. സന്തോഷം. അതൊക്കെ കേട്ട എന്തൊക്കെയോ ഓർമ്മകൾ ഉണ്ട് മാത്രമേ, വേർഡുകളൊക്കെ. ഒരാളെങ്കിലും കൂട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും അപ്പൊ അങ്ങനെ ആ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കൾച്ചർ ആര്യൻ സിവിലൈസേഷൻ ആണ് എന്നുകൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതുപോലെ വീണ്ടും ആ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഭഗവാന്റെ രൂപവിസ്തരണങ്ങളോ ഭഗവാന്റെ അംശങ്ങളോ ഭഗവാന്റെ അംശാവതാരങ്ങളോ നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. അതായത് ഒരു വിദ്യുത് ശക്തി, ആ വിദ്യുത് ശക്തി കൊണ്ട് നമ്മൾ ഫാൻ കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കും, ഇല്ലേ? ഫാൻ കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഹീറ്റർ ഉപയോഗിക്കും.
ഈ ഫാൻ കറങ്ങുന്നത് കണ്ടിട്ട് ഇതാണ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ലൈറ്റ് കത്തുന്നത് കണ്ടിട്ട് ഈ ലൈറ്റ് ആണ് കറണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഹീറ്റർ ഓണാക്കി ആ ഹീറ്റർ ആണ് കറണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെല്ലാം പൊതുവെ നമ്മൾ കോമൺ ആയിട്ട് കറണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ലൈറ്റ് കത്തിയില്ലെങ്കിൽ കറണ്ട് ഇല്ല എന്ന് പറയും. ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ AC വർക്ക് ചെയ്തില്ലെങ്കിൽ കറണ്ട് ഇല്ല എന്ന് പറയും. അപ്പം പക്ഷേ ഇതിനെ കറണ്ടായിട്ട് നമ്മൾ ഇതാണ് കറണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഡ്ഢികളാണ്. ഇതാണ് ബ്രഹ്മജ്ഞാനികളും അവ്യക്തഗത ബ്രഹ്മവാദികളും യഥാർത്ഥ ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഇവിടെ ഓരോ കാലഘട്ടത്ത് ഈ ലൈറ്റും ഫാനും എന്ന് പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്ത് ഭഗവാൻ അവതരിച്ചു വരുന്നത് ഒരു പ്രത്യേക ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് പരശുരാമനും നരസിംഹ ഭഗവാനും ഒക്കെ വന്നത് ഭഗവാന്റെ അവതാരമായിട്ടാണ് പരശുരാമൻ വരുന്നത്. പരശുരാമൻ 21 പ്രാവശ്യം ഭാരതം മുഴുവൻ കറങ്ങിയിട്ട് എല്ലാ ക്ഷത്രിയരെയും കൊന്നൊടുക്കി. അതുപോലെ തന്നെ നരസിംഹ ഭഗവാൻ അവതരിച്ചു പ്രഹ്ലാദൻ എന്ന 5 വയസ്സുകാരൻ ഭക്തന്റെ ആവശ്യപ്രകാരം, അല്ലെങ്കിൽ ആ പറയുന്ന വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ പ്രഹ്ലാദന്റെ അച്ഛനായ ആസൂരിക മെന്റാലിറ്റിയുള്ള ആ മനുഷ്യനെ, ആ അസുരനെ കൊല്ലാനും വേണ്ടിയിട്ട് നരസിംഹ ഭഗവാൻ അവതരിച്ചിട്ട് നരസിംഹ ഭഗവാൻ മൊത്തത്തിലാക്കിയതില്ല. ഒരു നഖം കൊണ്ട് മാത്രമാണ് ഒന്ന് കോറിയതേ ഉണ്ട്. ആ കോറിയപ്പോഴത്തേന് കുടലെല്ലാം കൂടെ പുറത്തു വന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രദർശിപ്പിച്ച അതിശ്രേഷ്ഠവും അനന്യസാധാരണവുമായ സവിശേഷത തന്റെ ആന്തരിക ശക്തിയുടെ ആവിഷ്കാരമായ ഗോപികമാരോടത്തുള്ള അദ്ദേഹത്തിന് ലീലകളാകുന്നു അടുത്തത്. അപ്പൊ ഈ ലീലകൾ അവതരിക്കുമ്പം ഇത് നമുക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 9 സ്കന്ധം വരെ വായിക്കണം. 16,108 ഭാര്യമാരോടും, അതായത് എല്ലാ ഗോപികമാരോടും ഒരേ സമയം വിഭിന്ന രൂപങ്ങളായിട്ട് വിസ്തരിച്ച് ആര് നോക്കുമ്പോഴും കൃഷ്ണനാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതൊരു അതിമാനുഷികമായ ഒരു വൈഭവമാണ്. അങ്ങനെ എല്ലാവരോടും ഒരേ സമയത്ത് ഒരേപോലെ നൃത്തം ചെയ്തു. ഇവിടെ വീണ്ടും ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ ആ വാക്കാണ്, ആ സ്വയത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഏതേച്ചാംശ കലപ്പുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. അപ്പം ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും സൂതഗോസ്വാമി പറയുന്നതാണ്. മുകളിൽ പ്രതിപാദിച്ച സർവ്വ അവതാരങ്ങളും പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളുടെ അംശങ്ങളുമാണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷനാകുന്നു. അപ്പൊ അതിന് വീണ്ടും അടുത്ത് പറയുന്നുണ്ട്. അതിന്റെ അടുത്തായിട്ട് സൂതഗോസ്വാമി പറഞ്ഞു നിർത്തുകയാണ്. അടുത്ത ശ്ലോകം 29ാമത്തെ ശ്ലോകം കുറിച്ചു വെക്കണം. ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നരക സ്വയം പ്രാതർഗുണൻ ഭക്ത്യ ദുഃഖഗ്രാമാതിരുമുച്യതേ. ആരാണോ ഭക്തിയോടെ പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടെ ഭഗവാന്റെ നിഗൂഢ അവതാരങ്ങളെ കുറിച്ച് കീർത്തിക്കുന്നത് അവന് ജീവിതത്തിന്റെ സർവക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഈ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ നമ്മൾ പ്രഭാത സായാഹ്ന വേളകളിൽ രാവിലെ എഴുന്നേൽക്കുകയും ഭഗവാനെ സ്മരിക്കുകയും ഭഗവാന്റെ ഇത്തരം ലീലകൾ നമ്മൾ സ്മരിക്കുകയും ചെയ്യുമ്പോൾ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യുമ്പോൾ, കൃഷ്ണ അങ്ങയുടെ ആ വ്യാപ്തി അചിന്ത്യമാണ്, നമ്മുടെ ചിന്തകൾക്ക് ഉപരിയാണ്. കൃഷ്ണ ഭഗവാനെ ആ അനുകമ്പ ഞങ്ങളോടും തോന്നിച്ചിട്ട് നമുക്കും അങ്ങയിൽ ഭക്തിയും സ്നേഹവും ഉണ്ടാകുമാറാകണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ രാവിലെയും വൈകിട്ടും ചെയ്യുമ്പോൾ നമ്മൾ സർവക്ലേശങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സർവക്ലേശങ്ങളിൽ നിന്നും മോചനം നേടാൻ പറ്റുമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് അനുഭവ ജ്ഞാനം കൊണ്ട് പറയുന്നതാണ്. അത് അങ്ങനെ തന്നെ വരികയുള്ളൂ. അത് നൈമിഷ്യാരണ്യ വനത്തിൽ വെച്ച് സൂതഗോസ്വാമി ഒന്നുകൂടെ ശൗനകാദി മഹർഷികളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായവും ഭാഗവതത്തിന്റെ 2ാമത്തെ അധ്യായത്തിന്റെയും ശ്ലോകങ്ങൾ ഒരേപോലെ നമ്മൾ ഒന്നിവിടെ റെഫർ ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? എന്തെങ്കിലും സ്മിത മാതാജി ഇതിന്റെ കണക്ഷനായിട്ട്?
ഗോപിപ്രഭു എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നവിടെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ. പ്രഭു സംസാരിച്ചത് ഗോപിപ്രഭു സംസാരിച്ചിട്ട് ഞാൻ കേട്ടില്ല. ആ, ഗോപിപ്രഭു എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണുന്നുണ്ട്. പിന്നീട് വീഡിയോ ഇട്ട് നോക്കണം, എന്നിട്ട് ഗോപിപ്രഭുവിന്റെ അടുത്ത് പറയണം. പറഞ്ഞോളൂ. പ്രഭു എന്നെ നേരിട്ട് പറഞ്ഞോളൂ, ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ, ആനക്കാര്യത്തിനിടയ്ക്കാണ് അദ്ദേഹം ചേനക്കാര്യം കൊണ്ടുവരുന്നത് അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു വന്നത്, അപ്പം ശ്ലോകം, അപ്പം ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് മാതാജിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഞാനൊരു സ്റ്റോറി പറയട്ടെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ റീസെന്റ് ഒരു ലെക്ചറിൽ കേട്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു നല്ല സ്റ്റോറിയാണ്, പറയാന്ന് വിചാരിക്കുന്നു. 10 ഫ്രണ്ട്സും കൂടെ ഒരു പിലിഗ്രിമേജിന് പോയി, ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയി. അവിടെ തീർത്ഥയാത്രയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരവിടെ എത്തിയതും ഭയങ്കരമായിട്ട് മഴയും ഇടിയും മിന്നലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായി. അവർക്ക് ആ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോ അവിടെ അവർക്ക് കയറി നിൽക്കാൻ പറ്റിയത് ഒരു ചെറിയൊരു കൂര പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അവർ ആ കൂരയുടെ അകത്ത് കയറി എല്ലാവരും 10 പേരും കൂടെ അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ഇടിയും മിന്നലും ഈ കൂരയിലേക്ക്, അതായത് ഈ ഹട്ടിലേക്ക് വന്ന് വീഴുന്ന പോലെ. അപ്പൊ ഇവരെല്ലാം ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി. എന്താ ചെയ്യുക, എല്ലാവരും കൂടെ ഇപ്പൊ മരിക്കും എന്നൊരു തോന്നലുണ്ടായി ഇവർക്ക്. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, ഞാനൊരു സജഷൻ പറയാം, അതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ട് അവിടെ കാണുന്ന ആ മരത്തിൽ പോയി തൊട്ടിട്ട് തിരിച്ചു വരണം. ഓക്കെ, അപ്പൊ അയാൾക്കാണ് മരിക്കാനുള്ള യോഗം എന്നുണ്ടെങ്കിൽ ആ പോയി വരുന്നതിന്റെ ഇടയിൽ ആള് തട്ടിപ്പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 9 ആളും രക്ഷപ്പെടുമല്ലോ. എന്തിനാണ് ഈ 9 ആളെയും ഡിഫിക്കൽട്ടിയിൽ ഇടുന്നത്? ആർക്കോ ഒരാൾക്കുള്ള കഷ്ടത കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറയും. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഒരാള് പോയി, 2 ആള് പോയി, തൊട്ടു, തിരിച്ചു വന്നു. ഭയങ്കര സന്തോഷം. വന്ന ആൾക്കാർക്ക്, ഓ ഞാൻ കാരണമല്ല, എന്റെ ആയുസിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ ആള് പോയി, 3ാമത്തെ ആള് പോയി, 4ാമത്തെ ആള് പോയി, 5ാമത്തെ ആള് പോയി, 6, 7, 8 പേരും തിരിച്ചു വന്നു. 9ാമത്തെ ആളെ തള്ളി പറഞ്ഞേച്ചു. അദ്ദേഹത്തിന് പോണെന്നേ ഉണ്ടായിരുന്നില്ല, തള്ളി പറഞ്ഞേച്ചു ഇവരെല്ലാരും കൂടെ. പോയി അദ്ദേഹം പ്രാർത്ഥിച്ച് പോയി, അവിടെ പോയി ആ മരത്തിനെ തൊട്ടു, തിരിച്ചു വന്നു. അങ്ങേർക്ക് സമാധാനായി. അത് കഴിഞ്ഞ് ഒരാള് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, 10ാമത്തെ ആള്. ഇവരെല്ലാരും കൂടെ ഊന്തി തള്ളി. അപ്പൊ അവർക്കൊരു ഉറപ്പായി, ഈ ആള് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും പ്രയാസം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാരും കൂടെ പുഷ് ചെയ്ത്, അയാൾ കുറെ പറയും, എനിക്ക് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് പോണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അവര് സമ്മതിക്കില്ല, പോയി തൊട്ടിട്ട് വരാൻ പറയും. അങ്ങനെ ഈ 10ാമത്തെ ആള് പോവും. അയാള് പ്രാർത്ഥിച്ചിറങ്ങും, അവിടെ പോവും. പോയി ആ മരത്തിനെ തൊട്ടു. തൊട്ടതും ഈ കുടിലുണ്ടായിരുന്നില്ലേ, ആ കുടില് ഈ തണ്ടർ, ഈ സ്റ്റോം ഹിറ്റ് ചെയ്തു. എന്നിട്ട് അതിലുണ്ടായിരുന്ന 9 ആൾക്കാരും മരിച്ചു. അപ്പൊ ആർക്കായിരുന്നു സത്യത്തില് ബുദ്ധിമുട്ട്? ബാക്കിയുള്ളവർക്കായിരുന്നു. ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങി, കുടിലിന്ന് ഇറങ്ങി മരത്തിന്റെ അവിടെ വന്നപ്പോ ആ കുടിലില് അങ്ങനെ മിന്നല് തട്ടുകയും അതിലുണ്ടായിരുന്ന 9 പേരും മരിച്ചു പോവുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ ഇതുപോലെയാണ്. നമ്മളുടെ ആ 10ാമത്തെ ആളുണ്ടല്ലോ, അത് ഭഗവാനാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ, ഭഗവാന്റെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവും, നമ്മള് പൈസക്ക് വേണ്ടി ഓടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ആ 10th പേഴ്സണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിലെ എല്ലാ ഡിഫിക്കൽട്ടീസും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ന് ഭഗവാനെ സെന്ററിൽ വെച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് പൊതുവെ നമ്മൾ ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നോർമൽ ഫാമിലി ലൈഫ് നമുക്കില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. വൺ ഓഫ് ദ റീസൺ ആൾക്കാർ ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് വരാൻ മടിക്കുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പൊ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ നമ്മൾ കാണും എന്താ പറയാ ഇപ്പൊ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ സർവീസ് മാത്രം ചെയ്തിട്ട് ഇരിക്കേണ്ടവരാണ്. ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റേഴ്സിൽ കാണും നമ്മൾ വായിക്കുമ്പോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫും നമുക്ക് ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ സ്ക്രിപ്റ്റേഴ്സിൽ എഴുതിയിരിക്കുന്നത് ടോപ്പ് മോസ്റ്റ് ക്ലാസിനെ കുറിച്ചാണ്. നമ്മളുടെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളത് അറിഞ്ഞ് അത് ഏതൊക്കെ രീതിയിലാണോ എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതേസമയം ഒരു ഭർത്താവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് ഞാൻ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടിയിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സ്പിരിച്വൽ ലൈഫിൽ മുന്നേറാൻ പറ്റില്ല. ബിക്കോസ് എന്താണ് കാരണം, ഈ മെറ്റീരിയൽ ലൈഫിൽ നമ്മളൊരു മാരീഡ് ലൈഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ പഠിക്കും. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ്, നമ്മള് എന്താ പറയാ പരസ്പരം അംഗീകരിക്കാൻ പഠിക്കും, പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും, പരസ്പരം ഷെയർ ചെയ്യാൻ പഠിക്കും, പരസ്പരം ടോളറേറ്റ് ചെയ്യാൻ പഠിക്കും, പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പഠിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ നൽകും. അതുപോലെ ഈ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ട് നമ്മളുടെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഫാമിലി ഡ്യൂട്ടിയാണ്. ആ ഫാമിലി ഡ്യൂട്ടിയുടെ ഒപ്പം തന്നെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. സോ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പ്യൂരിഫിക്കേഷൻ സംഭവിക്കണോ അതിന്റെ പ്യൂരിഫിക്കേഷന്റെ കാര്യം ഭഗവാൻ ഏറ്റെടുത്തോളും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, രാവിലെ എണീച്ച ഒരു ദിവസത്തില് ഒരു തവണയെങ്കിലും നമ്മൾ 108 തവണയെങ്കിലും നമ്മൾ ജപിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ഭഗവത്ഗീതയുടെ ശ്ലോകമോ ഭാഗവതത്തിന്റെ ശ്ലോകമോ നിങ്ങൾ വായിക്കണം. കഴിവതും പ്രസാദം മാത്രം അല്ലെങ്കിൽ വെജിറ്റേറിയൻ എങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആൻഡ് നമ്മുടെ ഡ്യൂട്ടി, ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ഫാമിലിയോടാണ് നമ്മൾക്കുള്ള ഫസ്റ്റ് ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭഗവാനെ സെന്ററിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതാത് പ്ലേസിൽ വന്ന് വീഴും. ഞാൻ പൊതുവെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഈ സ്പിരിച്വൽ ലൈഫിനോടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അവർ ആദ്യം ചിന്തിക്കുന്ന കാര്യം നമ്മൾക്ക് ഫാമിലി ഡ്യൂട്ടീസ്, നമ്മുടെ കർത്തവ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. അപ്പോ ഞാൻ പറയുന്നത്, നമ്മള് വൈഫാണെന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ സെർവ് ചെയ്യുന്നതാണ് എന്റെ ഫസ്റ്റ് ഡ്യൂട്ടി. അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫിനെ സെർവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. കുട്ടികള്, കുടുംബം, അതാണ് നമ്മുടെ ഫസ്റ്റ് കർത്തവ്യം. അതിന്റെ ഒപ്പം നമ്മൾ കൃഷ്ണ കോൺഷ്യസ് കൊണ്ടു നടത്താൻ നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം. കൂടുതൽ വലിയ പ്രിൻസിപ്പിൾസിലേക്കൊന്നും നമ്മൾ പോണ്ട. ബട്ട് നമ്മൾ ഈ ബേസിക് ആയിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ചാൻഡ് ചെയ്യുക, ഭഗവത്ഗീത വായിക്കുക, നമ്മൾ എപ്പോഴെങ്കിലും വെക്കേഷന് പോകുമ്പോൾ 4 അമ്പലങ്ങളിൽ ദർശിക്കാൻ പോവുക, നമ്മളാൽ കഴിയാവുന്ന എന്തെങ്കിലും ചെറിയ ഡൊണേഷൻസ്, ലക്ഷ്മി സേവ അമ്പലങ്ങളിൽ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മളുടെ ഈ ബോഡിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കുക. ഭഗവാന്റെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് അനുഗ്രഹം തരും. നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഇവിടെ മാതാജി കൊടുത്തിട്ടുണ്ട്, പിന്നെ ആ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ 6ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷാവതാരം, ലീലാവതാരം, ഗുണാവതാരം, മന്വന്തരാവതാരം, യുഗാവതാരം, ശക്തി ആവേശ അവതാരം. അപ്പൊ ഈ അവതാരങ്ങളൊക്കെ ഏതൊക്കെയാണെന്നും ഭാഗവതത്തില് കൃത്യമായിട്ട് 22 24 അവതാരങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പേര് സഹിതം പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ദശാവതാരം മാത്രമേ അറിയുന്നുള്ളൂ, വായിക്കുന്നുണ്ട്. പക്ഷെ 22 24 അവതാരങ്ങൾ കൃത്യമായിട്ട് ഭാഗവതത്തിൽ പേര് സഹിതം പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് തന്നെ ഈ പുരുഷ അവതാരം ഏതൊക്കെയാണ്, ലീലാവതാരം ഏതൊക്കെയാണ്, ഗുണാവതാരം ഏതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നമുക്ക് പറയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ചന്തു ഇല്ലേ അവിടെ പാടാൻ? ചന്തു ഉണ്ട്, പക്ഷെ എന്തോ നാളെ അതൊരു ടെസ്റ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കമലവും അവിടെ കാണില്ലായിരിക്കും അല്ലേ, പുറത്തു പോയിട്ടുണ്ടാവും.
ഹരേ കൃഷ്ണ. ഓക്കെ, ഇല്ല പ്രഭു, കമന്റ് അതെ, ഇല്ല. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഏക ആശ്രയം മീരാജിയാണ്. ഹരേ കൃഷ്ണ. ഒരു പാട്ട് പാടാം. പാടിക്കോളൂ. ഘനശ്യാമൻ ഉണ്ടെങ്കിൽ അവിടെ ആ ബാലമുകുന്ദാഷ്ടത്തിലെ ആദ്യത്തെ 4 വരി കരാരവിന്ദേന പദാരവിന്ദം നോക്കുക, കേൾക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കുക. മീരാജി പാടിക്കോളൂ. അല്ല, ഞാൻ പാടുന്നില്ല പ്രഭു. പ്രഭു ഒരു പാട്ട് പാടും. പ്രഭു പാടിയിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ എന്നാ ഈ ക്ലാസ്സിൽ പിന്നെ ആരും വരത്തില്ല, അതാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പാടിയിട്ട് ഇത്രയും ദിവസം നമ്മൾ ക്ലാസ് പോയില്ലോ. അപ്പൊ പ്രഭു പാടിയാലും പോകും. എനിക്ക് പാടാനേ അറിയില്ല. അല്ല, അത് വളരെ വലിയൊരു അത് പോയിന്റാണ്. അത് സ്മിതമാതിക്കും അറിയാം. അത് നല്ല കറക്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്. അല്ല, പ്രഭു പാടിയിട്ട് നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ അല്ലെ. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടാ. പാടാൻ എന്റെ കോളേജ് ലൈഫ് അല്ലെങ്കിൽ എന്റെ സ്റ്റഡി ലൈഫിൽ ഞാൻ ഏറ്റവും ദുഃഖിച്ച ഒരു കാര്യമായിരുന്നു. അന്നൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ 10 പേര് നോക്കും. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ആരും എന്നെ നോക്കുന്നില്ല. എന്ത് ചെയ്യും? അതുകൊണ്ട് ഞങ്ങളൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് പ്രഭുവിനെ പാടൂ. ഹരേ കൃഷ്ണ. അപ്പം അനശ്യാം അവിടെ ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാ ചൊല്ലിക്കോളൂ. പദാരവിന്ദേന കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ മുഖേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലം മുകുന്ദം മനസാ സ്മരാമി. കരാരവിന്ദേന പദാരവിന്ദം. പിന്നെന്താ? മുഖാരവിന്ദേ വിനിവേശയന്തം. മുഖാരവിന്ദേ വിനിവേശയന്തം. പിന്നെ വടസ്യ പത്രസ്യ വടസ്യ പത്രസ്യ പുടേശയാനം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലമുകുന്ദാഷ്ടകം വളരെ ശ്രേഷ്ഠമായ ശ്ലോകമാണ്. കുട്ടികളില്ലാത്തവര്, സന്തതികൾ കിട്ടാതെ ദുഃഖിക്കുന്നവരോ അല്ലെങ്കിൽ സന്തതികൾക്ക് പ്രയാസങ്ങൾ വിഷമതകൾ ഉള്ളവരോ അസുഖങ്ങളൊക്കെ വരുന്നവരോ ബാലമുകുന്ദാഷ്ടകം ദിവസവും ചെല്ലുന്നത് നല്ലതാണ്. സന്താനഗോപാലം തൃപ്പൂണിത്തുറ പൂർണ്ണതരീശ്വര ക്ഷേത്രത്തില് ഭഗവാനെ ദർശിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾക്ക് പറയുന്നതാണ്. അപ്പം ഈ സിറ്റുവേഷൻ പറഞ്ഞു തരാം. അതായത് മൃത്യുഞ്ജയൻ, അതായത് മൃത്യു വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് ആരായിരുന്നു? ഏത് മഹർഷിയായിരുന്നു? സിനിമാജി ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് മാർക്കണ്ഡേയ മഹർഷി അല്ലേ? മാർക്കണ്ഡേയ മഹർഷി എല്ലാവരും ജനിക്കുന്നു മരിക്കുന്നു പോകുന്നു, ജനിക്കുന്നു മരിക്കുന്നു പോകുന്നു, ജനിക്കുന്നു ഇദ്ദേഹത്തിന് മാത്രമേ, അദ്ദേഹം സഹികെട്ട് അവസാനം ജീവിതത്തെ അങ്ങ് വിരക്തിയായി. എന്ത് പറ്റി, എന്ത് ചെയ്യണമെന്നുള്ളത്. അവസാനം പ്രളയം വന്നു. അടുത്ത യുഗത്തിലേക്കുള്ള പ്രളയം വന്നിട്ടും ഇദ്ദേഹം മരിക്കുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്കായപ്പോഴത്തേന് അദ്ദേഹം പേടിച്ചു പോകും, എന്താ എന്നുള്ളത്. അപ്പോഴാണ് ഒരു ആലിലയില് ഒരു കാല് പൊക്കി വേറൊരു കാലിലോട്ട് വെച്ചുകൊണ്ട്, ഒരു വിരല് വായിലും വെച്ചുകൊണ്ട് ഒരു കുഞ്ഞ് മനുഷ്യൻ, ഒരു കുഞ്ഞിക്കാലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആലിലയിലാണ് വരുന്നത്. അവിടെയാണ് വടസ്യ പത്രസ്യ വിനിമേശയന്തം ബാലം മുകുന്ദം മനസാ സ്മരാമി. മാർക്കണ്ഡേയ, നീ ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഒരിക്കലും മരണം വേണ്ടത്, എനിക്ക് മരണം വേണം എന്ന് പറഞ്ഞു. വടസ്യ പത്രസ്യ വിനിമേശയന്തം. അപ്പൊ ഇതിനെക്കുറിച്ച് അതാണ് ഈ ഭാഷ്യകാരന്മാര് എല്ലാവരുടെയും എടുത്ത് വായിച്ച് പഠിച്ചിട്ട് പോയിരുന്നു. ആലപ്പുഴയിലുള്ളൊരു മാതാജിയെ, എനിക്കറിയാൻ വയ്യ, ആരുടെ പേര് ഓർമ്മയില്ല, ഓൺലൈൻ പത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇതൊക്കെ എഴുതിയിട്ട് അപ്പം ഈ ലീലയെ ഒരു വിശ്വാസം വരുന്നില്ല. പറയാണ്, ഒരു ആലിലക്കത്തൊക്കെ ഭഗവാൻ എങ്ങനെ വരും? ഇതൊരു മനസ്സിന്റെ ഒരു സങ്കല്പമാണ്. ഇവിടെയാണ് ശരിയായ ഗുരുശിഷ്യ ബന്ധമില്ലാതെ വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ.
അത് ചെറിയൊരു എക്സാമ്പിൾ പോലെ. ഹരേ കൃഷ്ണ. അനഘശ്രീ അവിടെ ഉണ്ടോ? ഗിരിധാരി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ആ ഒരു ചെറിയൊരു കഥയോടുകൂടി നമുക്ക് നിർത്താം അല്ലേ? നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു, നാരദ മഹർഷി ചോദിക്കും ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പം നാരദ മഹർഷി അത് നാരദ മഹർഷിയോടാണ് എന്ന ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നോ? ആണ് ഭഗവാനോട് ചോദിക്കുന്നത്. അൺമ്യൂട്ടാക്കി നിർത്തിക്കോളൂ, സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല. പറഞ്ഞിട്ടില്ല. അപ്പം നാരദ മഹർഷിയോട് ഭഗവാൻ പറയും, ഭൂമിയില് ഒരു ചെരുപ്പ് കുത്തിയുണ്ട്, ആ ചെരുപ്പ് കുത്തിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയും. നാരദ മഹർഷി അന്തം വിട്ടുപോയി. എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കാൻ യോഗ്യതയുള്ളവൻ, ഏത് ദേവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും നാരായണ നാമം മാത്രമേ പറയുകയുള്ളൂ. വാ തുറന്നു കഴിഞ്ഞാൽ നാരായണ നാമമാണ്. ഭഗവാൻ നിവേദിക്കാത്ത ഒന്നും കഴിക്കാറില്ല. എന്നിട്ട് കൂടി എന്നെയല്ല ഇഷ്ടം, നാട്ടിലെ ഭൂമിയിലെ ഒരു ചെരുപ്പ് കുത്തിയോടെയാണ് ഇഷ്ടം എന്ന് പറയുന്നു. ഭഗവാൻ ചിരിക്കും. നാരദ മഹർഷി ഇത് അറിയാൻ വേണ്ടിയിട്ട് ആ ചെരുപ്പ് കുത്തിയുടെ എന്താണ് ഈ ചെരുപ്പ് കുത്തി ചെയ്ത അത്ഭുതം, ചെരുപ്പ് കുത്തിയുടെ അടുത്തില്ല. അപ്പൊ ചെരുപ്പ് കുത്തി ചോദിക്കും. നാരദ മഹർഷിയെ കണ്ടിട്ട് വളരെ അത്ഭുതമായിട്ട് സന്തോഷത്തോടെ, നാരദ മഹർഷി, ഷു ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന് എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ച് തൊഴിയൊക്കെ ചെയ്യും. അപ്പൊ നാരദ മഹർഷിയുടെ അടുത്ത് ചോദിക്കും, അങ്ങ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വൈകുണ്ഠത്തു നിന്നാണ് വരുന്നതെന്ന് പറയും, ഭഗവാന്റെ അടുത്ത് നിന്നാണ് വരുന്നതെന്ന് പറയും. അപ്പം ഈ ചെരുപ്പൂത്തിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, ആനന്ദം തോന്നും, ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം എന്നിട്ട് ചെരുപ്പൂത്തി ചോദിക്കും, ഇപ്പം ഭഗവാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഭഗവാൻ അവിടെ എന്തോ എടുത്തുകൊണ്ടിരിക്കുക? നിഷ്കളങ്കമായ ചോദ്യം. നാരദ മഹർഷിക്ക് ഒരു തമാശ തോന്നി. നാരദ മഹർഷി പറഞ്ഞു, ഇതുപോലും അറിയാത്ത ആളാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നാരദ മഹർഷി തമാശിച്ചു, പറഞ്ഞു, ഇപ്പം കൃഷ്ണ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് അങ്ങേര് ഒരു ആനയെ എടുത്തിട്ട് സൂചിയുടെ കുഴയിലൂടെ ഇട്ട് പുറത്തോട്ട് എടുത്ത്, പക്ഷെ വാല് കുരുങ്ങിപ്പോയി. ആന സൂചിയുടെ കുഴയിലോട്ട് അകത്തൂടെ കയറി പുറത്തൂടെ വന്നു, പക്ഷെ സൂചിയുടെ കുഴയിൽ ആ ആനയുടെ വാല് ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞു. അതെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തമാശിച്ചതാണ്. ചെരുപ്പൂത്തി പറയും, അങ്ങനെയും അതെന്തായാലും കഷ്ടമായിപ്പോയി, വാല് കുരുങ്ങിപ്പോയത്. വാല് കുരുങ്ങിപ്പോയത് കഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന പുറത്തു വന്നതല്ലേ, അത് കേട്ട് വിശ്വസിച്ചെന്നുള്ളതല്ലേ. നാരദ മഹർഷി ചോദിക്കും, അതെന്താ വാല് ആനയ്ക്ക് സൂര്യയുടെ കുഴ കൂടെ കയറി ഇറങ്ങാൻ പറ്റുമോ? അപ്പം ഈ ചെരുപ്പൂത്തി പറഞ്ഞു, ഭഗവാന് അതും സാധിക്കും. ഈ ലോകത്തെ മുഴുവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ, ഭഗവാന്റെ ഭക്തനനുസരിച്ചിട്ട് അവതാരങ്ങളായി വരാൻ പറ്റുമെങ്കിൽ, കൃഷ്ണന് തീർച്ചയായിട്ടും ഒരു ആലയില് ഉണ്ണിക്കണ്ണനിട്ട് ഒരു ആലയിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് ഈ സൂര്യയുടെ ദ്വാരത്തിലൂടെ ആനയെ കടത്താനും അറിയും. നാരദ മഹർഷി അന്തം വിട്ട് അചഞ്ചലമായ ആ ഒരു വിശ്വാസമാണ് ഭഗവാൻ ഈ ചെരുപ്പ് കുത്തിയെ അംഗീകരിച്ചത്, ഈ ചെരുപ്പ് കുത്തിയെ കൺസിഡർ ചെയ്തത്. അത് അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളോട് ഒപ്പം ഉണ്ടാകും. അവിടെയാണ് ഇവിടെ ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉവാച എന്ന് തുടങ്ങിയതും അർജുനനെ ഉപദേശിക്കുന്നതും. ആ ഉപദേശങ്ങൾ നമുക്ക് വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ ഇനി നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗണിനുള്ള സമയമായി അല്ലേ? മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം സുധീഷ് ജിയുടെ ഒരു സർജറിയെ കഴിഞ്ഞിരിക്കുകയാണ്. 2ാം സർജറി വരുന്നു. നമുക്ക് 3 പ്രാവശ്യം എല്ലാം സുഖം പ്രാപിക്കട്ടെ, പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശിവമാതാജി വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. പിന്നെ 25-ാം തീയതി ഗീതാ ജയന്തിയാണ്. വെള്ളിയാഴ്ച തന്നെയാണ് വരുന്നത്. നമ്മൾക്ക് കുറച്ച് നേരത്തെ തുടങ്ങിയെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ പറയാം. ഒരുമിച്ച് നമ്മൾ ഗീതാ ധ്യാനം ചെല്ലണം. 25-ാം തീയതി ഏകാദശിയും അല്ലേ? വേറൊരു ഏകാദശി അല്ലേ? ഏകാദശിയും കൂടിയാണ്. അതാണ് നേരെ പറഞ്ഞത്, തിരുനെല്ലി ഏകാദശി അല്ലേ? തിരുനാവായ ഏകാദശിയ തിരുനെല്ലിയ പറഞ്ഞത് നേരത്തെ? നെല്ലുവായ ഏകാദശി. നെല്ലുവായ ഏകാദശി അഥവാ നമ്മുടെ മലയാളത്തിൽ പറയും സ്വർഗവാതിൽ ഏകാദശി എന്നും പറയും. ഹരേ കൃഷ്ണ. സിമി മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ നമുക്കായിട്ട്? ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. എന്താ ഒരു ക്ഷീണം? ഇല്ല, ഒന്നുമില്ല. ഏകാദശി ആയതുകൊണ്ടാണോ? ഏകാദശിയുടെ. ഹരേ കൃഷ്ണ. എന്തായാലും രാവിലത്തെ നിഷാജി ഗോവിന്ദന്റെ പ്രസന്റേഷൻ നല്ല സൂപ്പർ ആയിരുന്നു. ഞാൻ കാണാൻ പറ്റില്ല, പക്ഷെ എന്റെ ആ സ്കോർ കണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ അർത്ഥം എല്ലാവരും വളരെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ? എന്തായാലും നന്നായി. വരുന്ന ആഴ്ചകളിലും ഗോവിന്ദനോട് നമ്മുടെ സ്പെഷ്യൽ താങ്ക്സ്, സ്പെഷ്യൽ അപ്രിസിയേഷൻ പറയുക. ഹരേ കൃഷ്ണ. നന്നായിട്ടുണ്ടായിരുന്നു നിഷ മാതാജി. ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടു നന്നായി സ്റ്റഡി ചെയ്ത ഫസ്റ്റ് ചാപ്റ്ററിൽ ഭഗവത്ഗീതയുടെ ക്വിസ് ആണ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു. കുട്ടികളും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ നല്ലതായിരുന്നു. അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ അപ്പോഴേ പറഞ്ഞു. ബട്ട് മാതാപിതാക്കന്മാർക്കും ആ അപ്രീസിയേഷന്റെ ഒരു ഭാഗം ഞാൻ പ്രഭുവിനോടും പറയൂ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അവൻ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ചൊല്ലിക്കോളൂ. സിമി മാതാജി ചൊല്ലിക്കോളൂ. ഏകം ശാസ്ത്രം ചൊല്ലിക്കോളൂ. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം. ഏകോ ദേവോ ദേവകീപുത്ര ഏവ. ഏകോ മന്ത്രതസ്യ നാമാനി യാനി കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായിനി മഹാമായേ മഹായോഗിന്നദീശ്വരി നന്ദഗോപസുതം ദേവീം പതിന്മേ കുരു. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണവാസ്മൈ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ ഏകാദശി ദിവസം ഭഗവാന്റെ എല്ലാ ഏകാദശി അനുഗ്രഹങ്ങളും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. വീണ്ടും ബുധനാഴ്ച രാമായണത്തിന് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ഇടയ്ക്കുള്ള ആക്ഷേപങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വീണ്ടും മെസ്സേജോ വ്യക്തിപരമായിട്ടോ അതല്ല പബ്ലിക്കിലോ അയക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ. കൗണ്ട് ഡൗൺ ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആര് സ്റ്റാർട്ട് ചെയ്യും? സുമാജിയാണോ? എത്തില് സ്റ്റാർട്ട് ചെയ്യും? 10-ലോ 5-ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ കണ്ടില്ലല്ലോ, സ്നിഗ്ധയെ കണ്ടില്ലല്ലോ. ന്യൂസ് കാണാ, ഭയങ്കര സീരിയസ് ആയിട്ട് ന്യൂസ്. ആ വാക്കർ ഉണ്ടല്ലോ അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. ആ വാക്കറിൽ ഇരുന്ന ടിവിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം വിളിക്കണേ കേൾക്കണമൊന്നുമില്ല.
ഭാവിയിൽ നല്ലൊരു ഭഗവത് ഭക്തിയും വേദ പണ്ഡിതയും ഒക്കെ ആകട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ 5-ലോ 10-ലോ സ്റ്റാർട്ട് ചെയ്യുന്നു? 5-ൽ തുടങ്ങാം. ഹരേ കൃഷ്ണ. അപ്പൊ 5, 4 ഇല്ലേ? 3, ആ 2, 1, 0. ഡിം